നിന്റെ കെട്ടിയോൻ നിന്നെ സംശയിക്കുന്നെങ്കിൽ ഞാൻ എന്റെ കെട്ടിയോനെ സംശയിക്കണ്ടേ? റസാക്കിക്കാനെ എനിക്ക് വിശ്വാസമാണ്, നിന്നെയും. എന്നാലും ആണുങ്ങളുടെ സംശയത്തിന്റെ ഒരു പോക്ക്. ഞാൻ നിർബന്ധിച്ചിട്ടാ ഞങ്ങളുടെ കുഞ്ഞിന് ഉമ്മൂന്റെ പേരിട്ടത്. നിനക്കിഷ്ടപ്പെട്ട പൊരിച്ചിറച്ചു കൊണ്ടുവച്ചതും റസാക്കിക്ക് അറിഞ്ഞതല്ല. ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാമെന്നല്ലേ ഉള്ളൂ. അങ്ങേരെടുത്തെന്ന് പറഞ്ഞാ തലയിൽ കയറണ്ടേ? കേറില്ല. ആണുങ്ങൾ അങ്ങനെയാ, സംശയിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു അന്തവും കാണില്ല. ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ വഴക്കൊന്നും പാടില്ല. നമ്മൾ തമ്മിൽ വഴക്കെന്തിന്? അല്ല, ചിലരുണ്ട് ആണുങ്ങൾ തമ്മിൽ വഴക്കായാൽ പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ മിണ്ടില്ല. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ. കണ്ടു തുടങ്ങിയപ്പോ വിട്ടുപിരിയാൻ പറ്റാത്ത നിലയിലായി. നേരെ ഒരുപാടായി, സമയം പോയത് അറിഞ്ഞതേയില്ല. ഞാൻ പറഞ്ഞതൊന്നും നിന്റെ എക്കോട് പറയണ്ട കേട്ടോ. ഏയ്, ഞാനൊന്നും പറയുന്നില്ല. നാലു മാസം ഗർഭമായിരുന്നു ഡോക്ടർ. അതെ. ആരിഫയ്ക്ക് തീരെ സുഖമില്ലെന്ന് ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതിനു മുമ്പ് എന്റെ അനുവാദം വാങ്ങിയിട്ടാണോ നീ അവിടെ പോയിട്ടുള്ളത്? അന്ന് നിങ്ങൾക്ക് വിഷമമില്ലായിരുന്നു. ഇന്ന് ഇഷ്ടമില്ലാതിരിക്കുന്നതുകൊണ്ട് ചോദിക്കുക. ഇഷ്ടമല്ലെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനു ചോദിച്ചു? സംശയിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു അന്തവും കാണില്ല. ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ ഒരു വഴക്കും പാടില്ല. ആരിഫയ്ക്ക് രക്തം പോക്ക് കൂടുതലാ. ആശുപത്രിയിൽ കൊണ്ടുചെല്ലാൻ ഡോക്ടർ പറഞ്ഞു. നീ ഒന്ന് ചെന്ന് കണ്ടുകളാ. നീ പോകുന്നില്ലേ? ആ കുഞ്ഞാണെങ്കിൽ വാ കൂട്ടുന്നില്ല. നീ ചെന്നെടുത്താ ചിലപ്പോ കരച്ചിൽ നിന്നേക്കും. മോള് ചെല്ല്. ഞാൻ പോണില്ലമ്മ. ആരിഫ് നിന്നെ 3-4 വട്ടം ചോദിച്ചു. സുഖമില്ലാതെ പോകുന്നതല്ലേ? ആശുപത്രിയിൽ നിന്ന് വരുന്നത് ഏത് നിലയിലാണെന്ന് റബ്ബിനെ അറിയൂ. മോളിന്ന് ചെന്ന് കണ്ടിട്ട് വാ. ഞാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒരു മനുഷ്യത്തെയാണോടി? നെഞ്ചെളിവില്ലാത്ത ചെകുത്താൻ. നിന്റെ സ്ഥാനത്ത് ആ പെണ്ണായിരുന്നെങ്കിൽ എത്ര വട്ടം ഓടി വരെ കഴിഞ്ഞാനെ. എന്നെ കൊന്നാളമ്മ, കൊന്നാള. ആ പെണ്ണിന്റെ ഹാലോർത്തുണ്ടായ വേദന കൊണ്ട് പറഞ്ഞു പോയതാ മോളെ. പോകാൻ എനിക്ക് ആശയില്ലെന്നിട്ടല്ലുമ്മ. ഉമ്മയ്ക്ക് മനസ്സിലായി മോളെ. പുതിയാപ്പിള ഉറങ്ങാണ്. മോള് പോയിട്ട് വാ. എങ്ങാനും അറിഞ്ഞാൽ? അറിയില്ല, വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം. മോള് പോയിട്ട് വാ.
മോളെ വേഗം വരണേ. ഉമ്മു, കമറുവിനോട് ചോദിച്ചിട്ടാണോ നീ പോകുന്നത്? അല്ല. മേലാൽ അങ്ങനെ ചെയ്യരുത്. വാപ്പ മരിച്ചാലും കെട്ടുവിന്റെ അനുഭവം കൂടാതെ പോകാൻ പാടില്ലെന്നാ നമ്മുടെ വിധി. വേമ്പോ ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ട് നീ പോയി അല്ലേ? ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആരിഫെ ഒന്ന് കാണാൻ. അതോ റസാഖിനെ കാണാനോ? പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ എന്ത് കരുതിയാലും തരക്കേടില്ല. ഉമ്മോ, നീ എന്നെ ധിക്കരിക്കാണല്ലേ? സുഖമില്ലാതെ കിടക്കുന്ന പെണ്ണിനെ ഒന്ന് കാണാൻ പോയതാണോ ധിക്കാരം? ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും അവള് പോയി. പോകണ്ടെന്ന് പറയാൻ കാരണം റസാഖിന്റെ ഉമ്മുന്റെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം നീ എന്ത് കണ്ടെന്നാണ്? കണ്ടതല്ല എന്നെ ഇനി പറയണമെന്നുണ്ടോ? പറയണം. ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമയോടെ ജീവിക്കണമെങ്കിൽ സംശയങ്ങൾ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ ആ ജീവിതം നരകമായിരിക്കും. നീ റസാഖോട് ചോദിച്ചില്ലേ അയാളെ കുഞ്ഞിന് എന്തുകൊണ്ട് ഉമ്മുവിന്റെ പേരിട്ടെന്ന്? അത് അയാളുടെ ഇഷ്ടമല്ലേ? അതിന് നിന്റെ ഭാര്യ എങ്ങനെ കുറ്റക്കാരിയാകും? ഇവക്ക് ഇഷ്ടപ്പെട്ട ആട്ടിറച്ചി കൊടുക്കാനാണ് വിരുന്ന് വെച്ചത് നീ ആക്ഷേപിച്ചില്ലേ? ഇവൾ ആവശ്യപ്പെട്ടിട്ടാണോ അങ്ങനെ ഒരു വിരുന്ന് വെച്ചത്? പിന്നെ ഇവള് പാടിയ പാട്ട് റസാഖ് എങ്ങനെ പാടിയെന്നാണ്. ശരിയാണ്, ആരായാലും സംശയിച്ചു പോകും. ഇവര് തമ്മില് സ്നേഹത്തിലായിരുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതുമാണ്. പക്ഷെ ഞാൻ എന്റെ മോള് വലിയൊരു തറവാട്ടില് വലിയൊരു പണക്കാരന്റെ ഭാര്യയായി വാഴണമെന്ന് ഞാൻ ആശിച്ചുപോയി. മോനെ, നീ ഒന്ന് മനസ്സിലാക്കണം. അന്ന് നീയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന ഇവളെ. വേണ്ട ബാപ്പ, എന്നെ ഇതിനെ നിർബന്ധിക്കരുത്. എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ റസാഖാണെന്ന്. അവനെ നീ മറക്കണം. എങ്കിലേ മറ്റൊരു പുരുഷനോടൊപ്പം നല്ല നിലയിൽ ജീവിക്കാൻ നിനക്ക് കഴിയൂ. എന്നോട് എതിരൊന്നും പറയണ്ട മോളെ. എന്റെ മോളൊരു അന്തസ്സുള്ള തറവാട്ടിലൊരു പണക്കാരന്റെ ഭാര്യയായി ജീവിക്കണമെന്ന് പാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് നീ ഒരു രാജകുമാരിയെ പോലെ കഴിയുന്നത് കണ്ട് ഈ നാട്ടിലുള്ളവർ അസൂയപ്പെടണം. ആ തറവാട്ടിലെ ബന്ധുവാണെന്നും പറഞ്ഞ് പാപ്പാക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം ബലിയിരിക്കണമെന്ന് പറ്റില്ല പാപ്പ, പറ്റില്ല. പിന്നീട് ഒരു ദിവസം ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ സമ്മതിച്ചു. എന്തെല്ലാമോ മനക്കോട്ടകൾ കെട്ടി ആ വീട്ടിലേക്ക് കയറി വന്ന എന്റെ മോടെ അനുഭവം. മാമയുടെ ചീത്തവിളിയും നാത്തൂന്റെ ആട്ടും തുപ്പും എല്ലാം ഇട്ടെറിഞ്ഞു പോരാമായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു പോയി. ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് ബാപ്പ പറഞ്ഞല്ലോ. കാരണം എന്താണെന്ന് ബാപ്പയ്ക്ക് അറിയണോ? എന്തിനാ നിന്റെ പുറപ്പാട്? ഞാനുമായുള്ള വിവാഹം നടന്നില്ലെന്ന് വെച്ച്
നീ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് കൂടി ഇരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? നളന്തറയിലെ അലിയാരി കുഞ്ഞിന്റെ മരുമകളാൻ ഭാഗ്യമുള്ള നിന്നെ വെറും അറിവുകാരനായ ഞാൻ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. ഒന്നിച്ചുകൂടാൻ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നെല്ലാം നമ്മളെ പടച്ചവൻ അയച്ചു നിർത്തിയത് നിന്റെ പരിശുദ്ധിക്ക് വേണ്ടി മാത്രമായിരുന്നു. നീ എനിക്കുള്ളതല്ല എന്ന് അന്നേ അവൻ തീരുമാനിച്ചിട്ടുണ്ട്. കമറുദ്ദീനുമായിട്ടുള്ള ഈ ബന്ധം നിനക്കൊരിക്കലും ദോഷം വരുത്തില്ല. യാതൊരു കാരണവശാലും നീ ഇതിനെതിര് പറയരുത്. സുഖമില്ലാത്ത കമറുവിനെ ശുശ്രൂഷിക്കുന്നതിൽ നിനക്ക് വിഷമം കാണും. നളന്തറയിലെ അലിയാര് കുഞ്ഞിന്റെ പേരക്കിടാവാണ് നിന്റെ കുഞ്ഞെന്ന് പറയുന്നതിൽ നിനക്കുമില്ലേ ഒരു അന്തസ്? ആ അന്തസ് നിനക്ക് ആവശ്യമില്ലെങ്കിലും നിന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അന്തസ്സും സ്ഥാനമാനങ്ങളും ഓർത്തെങ്കിലും നീ ത്യാഗം ചെയ്തേ പറ്റൂ. എന്നെപ്പറ്റി ഇനി നീ ഓർക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഓർക്കാൻ ഇട വന്നാൽ അന്ന് എന്റെ മയ്യത്തായിരിക്കും. എന്നാൽ നീ ഇതിനെ സമ്മതിക്കണം. അങ്ങനെ നിങ്ങളെ നിക്കാഹ് ചെയ്യണമെന്ന് എന്നെ നിർബന്ധിച്ച റസാഖാനെയല്ലേ നിങ്ങൾ സംശയിച്ചത്? ഇത്രയും കാലം ഞാൻ അവിടെ താമസിച്ചിട്ടും ഒരു വാക്കിൽ നിന്നോ ഒരു ചലനത്തിൽ നിന്നോ റസാഖ എന്റെ മനസ്സിലുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉമ്മയുടെ നശിച്ച ആ എഴുത്ത് അന്നവിടെ വന്നില്ലായിരുന്നെങ്കിൽ റസാഖ പാടിയ ആ പാട്ട് പോലും ഞാൻ അവിടെ പാടുകയില്ലായിരുന്നു. ഞാൻ റസാഖയും ചെറുപ്പത്തിലെ സ്നേഹമായിരുന്നു എന്നറിഞ്ഞ ആരിഫയുടെ നിർബന്ധമാണ് എനിക്കിഷ്ടമുള്ള ഇറച്ചി വയ്ക്കാനും കുഞ്ഞിന് എന്റെ പേരിടാനും കാരണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ആരിഫ് മയ്യത്തായി.